സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ ഭാഷ അഥവാ മാതൃഭാഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാതൃഭാഷ മാത്രമല്ല, മാതൃ സംസ്കാരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അത് നമ്മൾ കണക്കിലെടുത്താൽ തന്നെ അത് മനസ്സിലാകും. ഓരോ വർഷം എങ്ങനെയായാലും ഒരു 4-5 ഫാമിലിയെങ്കിലും ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കുറേ വർഷം കഴിയുമ്പോൾ അപ്രസക്തമാകും. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് ഭാഷ ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഭാഷ നമുക്ക് നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരവും നശിച്ചു പോകും. കാരണം മലയാളികളായവർ തന്നെ നാഗർകോവില്, അതുപോലെ കന്യാകുമാരി, തോവാള ചില ഭാഗങ്ങളിൽ ഒരുപാട് ഫാമിലി അവരിപ്പോൾ വീട്ടിലും തമിഴ് പറയുന്നവരാണ് പലരും. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ അവർ തന്നെ, അഥവാ ഈ മലയാളികളായിരുന്നവർ തന്നെ മലയാളം വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ മലയാള സമാജവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് മലയാളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇത്തരത്തിൽ അതങ്ങ് പോകുന്നു. അപ്പോൾ അതിനെ അല്പമെങ്കിലും ഒരു ജീവവായു കൊടുത്ത് അതിനെ ഒന്ന് നിർത്താൻ നമ്മുടെ കേരള മലയാള മിഷൻ, ഇപ്പോൾ ഉള്ള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാള മിഷൻ ചെയ്യുന്ന പ്രവർത്തനം വളരെ വലുതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട് ചാപ്റ്ററിൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ പത്മനാഭപുരം മേഖല. അപ്പോൾ അതിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ നേട്ടമാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഒരു 10-20 അല്ലെങ്കിൽ 10-15 പേര് ടീച്ചേഴ്സാണ്. അപ്പോൾ ഇവരിലൂടെ നമ്മുടെ കന്യാകുമാരി ജില്ലയ്ക്കകത്ത് പല ഭാഗത്തും മലയാളം എത്തിക്കുകയും മലയാള ഭാഷ തകരാതെയും സൂക്ഷിക്കുകയും എന്നുള്ളത് ഒരു അവശ്യ ഘടകം മാത്രമല്ല. ഇപ്പോൾ കാരണം പഴയതിനേക്കാൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു നേട്ടവും കൂടെ നമുക്കുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അധ്യാപകർ സംസാരിക്കുമ്പോൾ പറയും. ഒരു പ്രധാന ഘടകം ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളെ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വിതരണം ചെയ്യും. അപ്പോൾ ഇതുണ്ടെങ്കിൽ PSC ടെസ്റ്റ് മറ്റുമൊക്കെ എഴുതാനായിട്ടുള്ള ഒരു അവസരം കൂടെ